കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വന്നവനും വരാനിരിക്കുന്നവനുമാകുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. ഇന്ന് വൈഭവിൻ്റെ ഒരു ഭാഗമായിട്ട് ഇന്നൊരു അല്പസമയം ദൈവവചനത്തിൽ നിന്ന് ശ്രവിക്കുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയ നല്ല സമയത്തിനായി ഞാൻ ഒരിക്കൽ കൂടി ദൈവത്തെ ഞാൻ വാഴ്ത്തുന്നു. നമ്മുടെ ഇന്നത്തെ ശ്രദ്ധയ്ക്കായി നമുക്ക് 2 തെസ്സലോനിക്കർ അതിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങളൊന്ന് പെട്ടെന്ന് നമുക്ക് വായിക്കാം. 10 മിനിറ്റിൻ്റെ ഒരു സമയമാണുള്ളത്. പക്ഷേങ്കിലും കുറേ കാര്യങ്ങൾ അതിൽ നിന്നുണ്ടെങ്കിലും ചില പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇന്ന് അല്പസമയം വചനത്തിൽ നിന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കുവാനായിട്ട് നമ്മുടെ സമയത്തെ നമുക്ക് വേർതിരിക്കാം. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. 2 തെസ്സലോനിക്കർ ചാപ്റ്റർ 2 വേഴ്സ് 13 to 17. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാനും നമ്മെ സ്നേഹിച്ച് നിത്യാശ്വാസവും നല്ല പ്രത്യാശയും കൃപയാലെ നൽകിയിരിക്കുന്ന നമ്മുടെ പിതാവായ ദൈവവും നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിച്ച് എല്ലാ നല്ല പ്രവൃത്തിയിലും വാക്കിലും സ്ഥിരപ്പെടുത്തുമാറാകട്ടെ. കുറച്ച് വാക്യങ്ങളിൽ 3-4 വാക്യങ്ങൾ നമ്മൾ വായിച്ചു. കുറച്ച് പേരത് ശ്രദ്ധിച്ചിട്ടുണ്ട്, ചിലരത് ശ്രദ്ധിക്കാതിരുന്നവരുമുണ്ട്. അതിൻ്റെ ഭാഗമായി അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു: ഉപദേശിച്ചു തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുവീൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു താനും നമ്മെ സ്നേഹിച്ച നിത്യശ്വാസവും നല്ല പ്രത്യാശയും കൃപയാൽ നൽകിയിരിക്കുന്ന നമ്മുടെ പിതാവായ ദൈവവും നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിച്ച എല്ലാ പ്രവൃത്തിയിലും വാക്കിലും സ്ഥിരപ്പെടുത്തുമാറാകട്ടെ. അതിൻ്റെ ഒരു തൊട്ട് മുമ്പുള്ള വാക്യത്തിലൂടെ നമ്മളൊരു വാക്യം കൂടെ നമ്മൾ വായിച്ചതാണ്. 15-ാമത്തെ വാക്യം കൂടെ അതൊന്നും കൂടെ ഒന്ന് വായിച്ചാട്ട്. ആകയാൽ സഹോദരന്മാരെ നിങ്ങൾ ഉറച്ചു നിന്ന് ആമേൻ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ വാക്യത്തിൻ്റെ ഞാൻ ഈ ഒരു ഭാഗം വായിച്ച ഈ വേദഭാഗത്തിൻ്റെ ഒരു ഭാഗം ഒരു ശീർഷകം എന്ന വണ്ണം ഞാൻ അതിനകത്ത് നിങ്ങളോട് തരുവാൻ ആഗ്രഹിക്കുന്ന ഒരു മെസ്സേജ് ഇതല്ല ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും ദൈവമക്കളോട് ദൈവസഭയോട് ഇന്ന് ദൈവത്തിൻ്റെ വചനം സംസാരിക്കുന്നു. ഒരു ശീർഷകമായി ദൈവത്തിൻ്റെ വചനം സംസാരിക്കുന്നതാണ് ഉറച്ചു നിൽക്കുക. ആമേൻ, പ്രൈസ് ദി ലോർഡ്. സ്ഥിരപ്പെടുക. ഈ 2 വാക്യങ്ങളാണ് നമ്മൾ 15-ൻ്റെ അവസാന 17-ൻ്റെ അവസാന വാക്യത്തിലും കാണുവാൻ കഴിയുന്നത്. ഉറച്ചു നിൽക്കുക, സ്ഥിരപ്പെടുക. ആമേൻ, പ്രൈസ്. ഇന്ന് ദൈവസഭയോട് ദൈവജനത്തോട് ആമേൻ, പ്രൈസ് ദി ലോർഡ് വചനം ശക്തമായി ഇടപെട്ടുകൊണ്ട് നമ്മളോട് പറഞ്ഞൊരു കാര്യമാണ് ഉറച്ചു നിൽക്കുക. ഇത് ഞാൻ പറയാനൊരു കാര്യം മറ്റൊന്നുമല്ല. ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസം പാസ്റ്ററിനോട് വചനം സംസാരിക്കുവാനായിട്ട് അല്ലെങ്കിൽ അല്പസമയം പറയണമെന്ന് പറഞ്ഞെങ്കിലും ഞാൻ പാസ്റ്റർക്ക് ഒരു കൃത്യമായ റിപ്ലൈ ഞാൻ കൊടുത്തിരുന്നില്ല. കാരണം ആക്ച്വലി എനിക്ക് ജോലി ഉണ്ടാകുമോ എന്നുള്ളൊരു ചെറിയൊരു സംശയം ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാൻ ആലോചിച്ചു എന്ത് പറയണം എന്ന് വിചാരിച്ചു. ഒരു പക്ഷേ ഞാൻ ഇന്ന് ഈ സഭയിലൊരു വചനവുമായിട്ട് ആദ്യമായിട്ട് നിൽക്കുകയാണ്. അപ്പം ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റായിട്ട് കുറച്ച് മെസ്സേജുകളൊക്കെ പറഞ്ഞുള്ള ഇതുള്ളത് കൊണ്ട് ഏറ്റവും ബെസ്റ്റായിട്ടൊരു മെസ്സേജ് പറയണം ഉള്ളത് വെച്ച്. പക്ഷേ ഇന്ന് രാവിലെ എൻ്റെ പ്ലാനൊന്നും മാറിയതല്ല. ഞാൻ പറഞ്ഞത് നമ്മൾ പറഞ്ഞ ഒരു കാര്യത്തെ ഏറ്റവും ബെസ്റ്റായിട്ടൊരു പെർഫോമൻസ് അല്ലല്ലോ ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം ഇന്ന് ഞാൻ രാവിലെ വായിച്ചപ്പോൾ എന്നോട് ഇടപെട്ട ഒരു ഭാഗമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഞാൻ സംസാരിക്കുന്നത്. ഈ സഭയ്ക്കും അത് ഏറ്റവും ആവശ്യമാണ് എന്ന് തോന്നിയത് കൊണ്ട് തന്നെ ഞാനത് നിങ്ങളോടുമായി പങ്കുവെക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിച്ചത്. ഇവിടെ പറയുന്നു എന്തിനായാണ് നാം ഉറച്ചു നിൽക്കേണ്ടത്. ആമേൻ, പ്രൈസ്. ഞാൻ ശീർഷകം ഇതാണ് പറഞ്ഞത്, ഉറച്ചു നിൽക്കുക, ആമേൻ, അല്ലെങ്കിൽ സ്ഥിരപ്പെടുക. ആമേൻ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വചനം സംസാരിക്കുന്നു. എൻ്റെ 14-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാൻ. ആമേൻ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആ വാക്യം ഒന്ന് വായിച്ചാട്ട്. അപ്പോൾ ഇങ്ങനെ പറയുന്ന 14-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാൻ അല്ലോ. ആമേൻ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എന്തിനാണ് നമ്മളെ സുവിശേഷ ഘോഷത്താൽ ദൈവം വിളിച്ചത്? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഞാനും നിങ്ങളും എന്ത് ചെയ്യണം? പ്രാപിക്കണം. ആമേൻ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ മഹത്വം പ്രാപിപ്പാൻ സ്വർഗം നമ്മെ ഓരോരുത്തരെ എന്ത് ചെയ്തിരിക്കുക? തെരഞ്ഞെടുത്തിരിക്കുക. അപ്പോൾ ദൈവം അപ്രകാരം നമ്മളെ തെരഞ്ഞെടുത്തു എന്ന് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.
അവൻ പ്രൈസിൽ അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട അനേകർ എൻ്റെ മധ്യത്തിലുണ്ട്, എൻ്റെ നടുവിലുള്ളത് ഓർത്ത് ഞാൻ അവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവൻ പ്രൈസിലോട് ഹല്ലേലൂയ. മഹത്വം പ്രാപിക്കുക എന്നത് ഈ ലോകത്തിൽ വെച്ച് നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യത്തെക്കാൾ അപ്പുറം ഒരു നേട്ടമെന്ന് അവൻ പ്രൈസ് നാം ദൈവത്തെ അറിയുന്ന ഓരോ പ്രിയപ്പെട്ടവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അവൻ പ്രൈസ് അതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ നേട്ടം, ഒരു അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത്. ആ മഹത്വം പ്രാപിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അവൻ പ്രൈസ് ലോർഡ്, അതാണ് അവൻ പ്രൈസ് നമ്മൾ കണ്ടതിലും നമ്മൾ ഭൂലോകത്തിൽ നമ്മൾ ഈ ലോകത്തിൽ വെച്ച് നേടിയതിൽ ഏറ്റവും വലിയ ശ്രേഷ്ഠമായ ഒരു പദവി എന്നത്. അവൻ പ്രൈസ് കാരണം ലോക മനുഷ്യർ അല്ലെങ്കിൽ അതിനെ ഭോഷത്വമായി കാണാം. ഒരുപക്ഷെ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്, ദൈവത്തെ ആരാധിക്കുന്നത്, സമയം ചെലവഴിക്കുന്നത്, നമ്മൾ ദൈവകാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ സമയങ്ങളെ മാറ്റിവെക്കുന്നത്, ഇതൊക്കെ ഒരുപക്ഷെ മറ്റുള്ളവർ കാണുമ്പം സിമ്പിൾ നമ്മൾ പറയുമ്പോൾ നിനക്ക് വേറെ പണിയൊന്നും ഇല്ലെന്ന് ചോദിക്കും. പ്രൈസ് സോറി, ആർക്കെങ്കിലും മലയാളം അറിയാത്തവരുണ്ടെങ്കിൽ ആർക്കും കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു. പ്രൈസ് ലോർഡ്. അപ്പോൾ അതങ്ങനെയാണ്. എന്നാൽ പ്രൈസ് വചനം പ്രൈസ് ശ്രവിക്കുന്ന അല്ലെങ്കിൽ വചനം നമ്മൾ വായിക്കുന്ന നമ്മളോട് ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പറയുന്നു. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. നിങ്ങൾ വിളിക്കപ്പെട്ടത് ഈ യേശുവിൻ്റെ മഹത്വം പ്രാപിപ്പാൻ അത്രേ. ഒരു പക്ഷേ ഇത് അറിയുന്നവരാകുന്ന, ദൈവത്തെ കൂടുതലായി അറിയുന്ന, ദൈവവചനം വായിക്കുന്ന നമുക്ക് പോലും ഒരുപക്ഷെ ഇതിൻ്റെ ശരിയായ പ്രാധാന്യം ചിലപ്പോൾ നമുക്ക് മനസ്സിലായെന്ന് വരില്ല. എന്നാൽ വചനം ഇന്ന് നമ്മളെ അറിയിക്കുന്നു. പ്രൈസിലോട് കർത്താവ് യേശു ക്രിസ്തുവിനെ മഹത്വം പ്രാപിപ്പാനാണ് സുവിശേഷത്താൽ അല്ലെങ്കിൽ ദൈവവചനത്താൽ എന്നെയും നിങ്ങളെയും ദൈവം എന്ത് ചെയ്തിരിക്കുന്നത്? രക്ഷയ്ക്കായി വിളിച്ചിരിക്കുന്നത്. പ്രിയരേ, മഹത്വം പ്രൈസിലോട് ഞാനും നിങ്ങളും പ്രാപിപ്പാൻ പ്രൈസിലോട് ഹല്ലേലൂയ ചിലതിൽ ഉറച്ചു നിൽക്കേണ്ടത് ആവശ്യമെന്നും തുടർന്നുള്ള വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രൈസിലോട് ആദ്യം ഞാൻ പറഞ്ഞതുപോലെ നാം ഉറച്ചു നിൽക്കുന്നത് എന്തിനാണ്, അല്ലെങ്കിൽ ഉറച്ചു നിൽക്കേണ്ടതിൻ്റെ ആവശ്യം എന്താണ്? പ്രൈസിലോട് നമുക്ക് വായിക്കാം. 13-ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയൊന്ന് നമുക്ക് തിരിക്കാം. 13-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. അതെ, ഓക്കെ. അടുത്ത വാക്യം കൂടെ, അതിൻ്റെ 15-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചാട്ട്. വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്ന പ്രമാണങ്ങൾ എന്ത് ചെയ്യണം? മുറുകെ പിടിക്കണം. അതിൻ്റെ അവസാനം 17-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ച് അവസാനിപ്പിച്ചു. നമ്മുടെ പിതാവായ ദൈവവും നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിച്ച് എല്ലാ നല്ല പ്രവൃത്തിയിലും വാക്കിലും സ്ഥിരപ്പെടുത്തുമാറാകട്ടെ. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞ കാര്യം ഇതാണ്. നാം ഉറച്ചു നിൽക്കുന്നത് എന്തിന്, അല്ലെ ഉറച്ചു നിൽക്കേണ്ടത്? ഒരു 3-4 കാര്യങ്ങളെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ഒന്ന്, നമ്മൾ വായിച്ചു, ദൈവം നമ്മെ ഓരോരുത്തരെ എന്തിനായിട്ട് വിളിച്ചു? രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തു. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ കാര്യം, ഈ ബോധ്യത്തിൽ എന്ത് ചെയ്യണം? നാം ഉറച്ചു നിൽക്കണം. ഏത് ബോധ്യത്തിൽ ഉറച്ചു നിൽക്കണം? രക്ഷയ്ക്കായി എന്നെയും നിങ്ങളെയും അല്ലെ നമ്മെ ഓരോരുത്തരെയും ദൈവം എന്ത് ചെയ്തു? തിരഞ്ഞെടുത്തു എന്ന് ഓർത്ത് നാം ഉറച്ചു നിൽക്കണം. രണ്ടാമത്തെ കാര്യം ഇതാണ് പറഞ്ഞിരിക്കുന്നത്, രക്ഷയ്ക്കായി തെരഞ്ഞെടുത്തതിനാൽ എന്ത് ചെയ്യണം? നിങ്ങളെപ്പോഴും ദൈവത്തെ സ്തുതിക്കുന്നവരാണ്. അതാണ് അടുത്ത വാക്യം പറയുന്നത്, അല്ലേ? സ്തുതിക്കുന്ന വാക്യം ഒന്നുകൂടെ വായിച്ചോട്ടെ. 13-ന്റെ ലാസ്റ്റ് വേർഡ്സ് ഒന്നുകൂടെ വായിച്ചിട്ട്. എപ്പോഴും സ്തുതിക്കുവാൻ എന്ത് ചെയ്യുക? നിങ്ങൾ കടപ്പെട്ടിരിക്കുക. വി ആർ ഒബ്ലൈസ്ഡ് ടു ഗോഡ്. നമ്മൾ അതിൽ കടപ്പെട്ടിരിക്കുകയാണ്. മൂന്നാമത്തെ കാര്യം പറയുന്ന ഇതാണ്, പ്രൈസ് ദി ലോർഡ്, വാക്കിനാലോ ലേഖനത്തിനാലോ ഉപദേശിച്ചു തന്ന പ്രമാണങ്ങൾ എന്ത് ചെയ്യണം? മുറുകെ പിടിക്കുവാൻ നാം എന്ത് ചെയ്യണം? ഉറച്ചു നിൽക്കണം. നാലാമത്തെ കാര്യം പറയുന്നു, പ്രവൃത്തിയിലും, നമ്മുടെ എല്ലാ പ്രവൃത്തിയിലും, ഇന്നല്ല ഓൾ ഡീഡ്സ്, നമ്മുടെ എല്ലാ പ്രവൃത്തിയിലും വാക്കിലും എന്ത് ചെയ്യണം? പ്രൈസ് നാം സ്ഥിരപ്പെടണം. പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇന്ന് കാണുന്ന സ്വഭാവം ആയിരിക്കരുത് നാളത്തെ സ്വഭാവം. പ്രൈസ് കുറച്ചുകൂടെ നല്ല ഒരു ഭാഷയെ പറഞ്ഞ അങ്ങനെയാണ്. നമ്മൾ ആരാധനയിൽ നമ്മുടെ ഒരു മുഖം കാണും. പ്രൈസ് വെളിയിൽ നമ്മൾ മറ്റൊരു മുഖമായിരിക്കും, വീട്ടിൽ അത് വേറൊരു മുഖമായിരിക്കും. നമ്മൾ ദൈവവചനത്തിന് മുമ്പിലാണ് നമ്മളെ എല്ലാവരെയും നമ്മൾ കണ്ണാടി എന്ന പോലെ, ദർപ്പണം എന്ന പോലെ നമ്മൾ കാണേണ്ടത്. പ്രൈസ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മളോട് സംസാരിക്കുന്ന ഇതാണ്. ഇതിലൊക്കെയും പ്രൈസ് നമ്മൾ ഉറച്ചു നിൽക്കണം. വാക്യം 13 ഇവിടെ ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്, കർത്താവിന് പ്രിയരായ സഹോദരൻ. പ്രൈസ് ലോർഡ്. ഇവിടെ ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പറയുന്നത്, പ്രൈസ് ലോർഡ്, കർത്താവിൻ്റെ പ്രിയരായ സഹോദരി എന്ന് തെസ്സലോനിക്കരെ പൗലോസ് സംബോധന ചെയ്യുന്നു. എന്നാൽ പ്രൈസ് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്ന ഇതാണ്, പ്രൈസ് ലോർഡ്, ഞാനും നിങ്ങളും എല്ലാം എന്താണ്? കർത്താവിന് ഏറ്റവും
പ്രിയപ്പെട്ടവരാണ്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിനും നമ്മളെ വിശ്വസിക്കുന്നതിനും നമ്മളോട് പ്രിയം കാണിക്കുന്നതിനും ഒക്കെ അവർക്ക് അവരുടേതായ കാരണങ്ങളുണ്ട്. ഒരു പക്ഷേ ആമേൻ, പ്രൈസ്, നമ്മൾ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ നമുക്ക് നല്ല ബഹുമാനം നമുക്ക് ലഭിക്കുന്നുണ്ട്, നമുക്ക് നല്ല ആദരവ് ലഭിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ നമുക്ക് നല്ല സ്നേഹം ആമേൻ നമുക്ക് ലഭിക്കുന്നുണ്ടാവാം. എന്നാൽ അതിനെല്ലാം ഒരു കാരണമുള്ളത് അത് നമ്മുടെ എന്തെങ്കിലും ഗുണം കണ്ടിട്ട് മാത്രമാണ്. അല്ലയോ? അതല്ലേ ശരിയായ കാര്യം? നമ്മുടെ എന്തെങ്കിലും ഒരു ഗുണം നമ്മൾ ഉള്ളത് അവർ കണ്ടിട്ട്, അല്ലെങ്കിൽ ആ ഗുണത്തെ അവർ ആവശ്യമുള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മളോട് അവർ കാണിക്കുന്ന സ്നേഹം. ഇതാണ് ലോകത്തിൻ്റെ സ്നേഹം, ഇതാണ് ആമേൻ പ്രൈസ് മനുഷ്യരുടെ സ്നേഹം. ആമേൻ പ്രൈസ്. ഒരുപക്ഷെ നമുക്കത് ഒരു രീതിയിൽ ചിലപ്പോൾ എല്ലാ കാലങ്ങളും നമ്മൾ ചെയ്തെടുത്ത് ഒരു വീഴ്ച ഉണ്ടായാൽ ചിലപ്പോൾ ആ സ്നേഹം നമുക്ക് ഇല്ലാതായെന്ന് വരെ വരാം. പക്ഷെ എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവം നമ്മളെ ഇന്ന് ദൈവവചനം ഓർപ്പിക്കുന്ന ഇതാണ്, ആമേൻ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മളിലുള്ള ഏതെങ്കിലും ഒരു ഗുണമോ നമ്മളിലുള്ള ഏതെങ്കിലും ഒരു പ്രത്യേകമായ എന്തെങ്കിലും സ്പെഷ്യാലിറ്റിയോ ഒന്നും കണ്ടിട്ടല്ല എന്നെയും നിങ്ങളെയും ദൈവം തിരഞ്ഞെടുത്തത്, എന്നെയും ദൈവം നിങ്ങളെയും സ്നേഹിക്കുന്നത്. ആമേൻ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒന്നുമില്ലാത്ത അവസ്ഥയിലും ആമേൻ പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന്റെ വചനം പറയുന്ന പോലെ നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഉരവാകുന്നതിന് മുമ്പേ ആമേൻ പ്രൈസ് ദി ലോർഡ്, എന്നെയും നിങ്ങളെയും കണ്ട ഒരു കർത്താവിനെയാണ് നാം ആരാധിക്കുന്നത്. ആമേൻ പ്രൈസ് ദി ലോർഡ്. ആമേൻ കണ്ട ആദ്യ ദിനം മുതൽ ആമേൻ പ്രൈസ് ദി ലോർഡ് നമ്മളെ ആമേൻ ഹല്ലേലൂയ ആ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ആമേൻ പ്രൈസ് ദി ലോർഡ് നാം ഹല്ലേലൂയ എന്ന വ്യക്തി, അല്ലെങ്കിൽ ബിനു എന്ന വ്യക്തി, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തർ എന്ന വ്യക്തി ദൈവത്തിന്റെ ദൃഷ്ടിയിൽ എന്ന് മുതൽ ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ആമേൻ വന്നുവോ അന്ന് മുതൽ ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ നമ്മൾ നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കേണ്ടതിന് ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. ആമേൻ പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, രക്ഷ ആരംഭിക്കുന്നത് ഉത്ഭവിക്കുന്നതും ആമേൻ ദൈവ കൃപയിൽ നിന്നാണ്. ആമേൻ പ്രൈസ് ദി ലോർഡ്. നാം അല്ല അവനെ തിരഞ്ഞെടുത്തത്, മറിച്ച് ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. എഫേസ്യർ അതിൻ്റെ 1-ാം അധ്യായൻ്റെ 4-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു. ഒന്ന് പെട്ടെന്ന് വായിച്ചാട്ട്. ആമേൻ പ്രൈസ് ദി ലോർഡ്. നാം അവൻ്റെ സന്നിധി വിശുദ്ധരും. ആ വാക്യം ഒന്ന് വായിച്ചാട്ട്. നാം തൻ്റെ സന്നിധിയിൽ, അവൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോക സ്ഥാപനത്തിന് മുമ്പ് എന്ത് ചെയ്തു? നമ്മെ അവനിൽ തെരഞ്ഞെടുത്തു. അവൻ പ്രൈസ് തിരുഗീതത്തിന്റെ പ്രസാദ പ്രകാരം എന്ത് ചെയ്തു? യേശു ക്രിസ്തു മുഖാന്തരം നമ്മളെ എന്ത് ചെയ്തു? അഡോപ്റ്റ് ചെയ്തു, നമ്മളെ ദത്തെടുത്തു. അവൻ പ്രൈസ് അവൻ പ്രിയമായവനിൽ എന്ത് ചെയ്തു? നമുക്ക് സൗജന്യമായി നൽകിയ തൻ്റെ കൃപാ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തു എന്ന് ആമേൻ പ്രൈസ് ദി ലോർഡ് കർത്താവിൻ്റെ വചനം ഇന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. ഓർക്കുക, നാം വിശുദ്ധരായതുകൊണ്ടല്ല ആമേൻ പ്രൈസ് ദി ലോർഡ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്, മറിച്ച് നമ്മെ വിശുദ്ധന്മാരാക്കി തീർക്കുവാനായിട്ടാണ്. ആമേൻ പ്രൈസ്. നമ്മൾ രക്ഷ എങ്ങനെയാണ് വെളിപ്പെടുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ രക്ഷയിൽ വെളിപ്പെടേണ്ടത്? ആമേൻ പ്രൈസ് ദി ലോർഡ്. ഇതിനെക്കുറിച്ച്, രക്ഷയെക്കുറിച്ച് 1-2 കാര്യങ്ങൾ പൗലോസ് വളരെ കൃത്യമായി അവിടെ സംസാരിക്കുന്നുണ്ട്. 2 കാര്യങ്ങൾ അതിനകത്ത് വായിക്കാം. 13-ാം വാക്യത്തിൻ്റെ അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ആമേൻ പ്രൈസ് നമുക്ക് ഇപ്രകാരം കാണാൻ സാധിക്കും. ആത്മാവിൻ്റെ വിശുദ്ധീകരണം, ആ ഭാഗം ഒന്ന് വായിച്ചാട്ട്. 13-ാം വാക്യത്തിൻ്റെ സെക്കൻഡ് ഒരു പാർട്ടായിട്ട് വരും. സെക്കൻഡ് ലൈൻ തൊട്ടൊന്ന് വായിച്ചാട്ട്. 13 തന്നെ. തെസ്സലോനിക്കർ അത് തന്നെ. ആത്മാവിന്റെ വിശുദ്ധീകരണത്തിലും സത്യത്തിന്റെ വിശ്വാസത്തിലും എന്ത് ചെയ്തു? രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തു. അപ്പോൾ രക്ഷയെക്കുറിച്ച്, അല്ലെങ്കിൽ രക്ഷ ആമേൻ പ്രൈസ് നമ്മൾ വെളിപ്പെടുന്ന 2 രീതികളാണ്. ഒന്ന് എന്താ പറഞ്ഞത്? ആത്മാവിന്റെ വിശുദ്ധീകരണം. രണ്ടാമത്തേത് ആമേൻ പ്രൈസ് സത്യത്തിന്റെ വിശ്വാസം. ആമേൻ പ്രൈസ് ദി ലോർഡ്. ആദ്യത്തെ വാക്യത്തിലേക്ക് നമുക്ക് പെട്ടെന്നൊന്ന് പോയി 2 മിനിറ്റ് കൊണ്ട് നമ്മുടെ വചനം നമുക്ക് അവസാനിപ്പിക്കാം. ഒന്ന്, ആത്മാവിന്റെ വിശുദ്ധീകരണം. ആമേൻ പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, കർത്താവ് നമ്മെ തിരഞ്ഞെടുത്ത നാൾ മുതൽ പരിശുദ്ധാത്മാവ് തുടർച്ചയായി നമ്മെ ഓരോ ദിവസവും നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? വിശുദ്ധരും നിഷ്കളങ്കരുമാക്കി തീർക്കുവാൻ പരിശുദ്ധാത്മ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ശ്രമിച്ചുകൊണ്ടിരിക്കുക. ആമേൻ പ്രൈസ് ദി ലോർഡ്. കാരണം ആമേൻ ഹല്ലേലൂയ, ഇതിന് കാരണം എന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ക്രിസ്തുവിനെ സന്ധിക്കുന്നതിന് പരിശുദ്ധാത്മാവ് ആമേൻ പ്രൈസ് നമ്മെ എന്ത് ചെയ്യുക? ഒരുക്കിക്കൊണ്ടിരിക്കുക. നമ്മളെ ദൈവത്വത്തിലേക്ക് അടുപ്പിക്കുന്നത് എന്താണ്? ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുന്നത് ഈ പരിശുദ്ധാത്മാവാണ്. നമ്മൾ ചില പാട്ടുകളിലൊക്കെ നമുക്കത് പാടുമ്പോഴൊക്കെ നമ്മളത് പാടാറുണ്ട്. പക്ഷെ നമ്മളതിനെ ശരിയായ രീതിയിൽ നമ്മളതിനെ ആമേൻ പ്രൈസ് നമ്മളതിനെ ചില ഇതിൽ നമ്മൾ അംഗീകരിക്കാറില്ല. ആമേൻ പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പരിശുദ്ധാത്മാവ് ഓരോ ദിവസവും എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? എന്നെ നിങ്ങളെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? വിശുദ്ധരും നിഷ്കളങ്കരുമാക്കി തീർക്കും. കാരണം
ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ നമ്മൾ എന്തായിരിക്കണം? നമ്മൾ പാപമറ്റവരായോ നമുക്ക് കളങ്കമുള്ളവരായിട്ടോ നമുക്ക് നിൽക്കുവാനായിട്ട് കഴിയുകയില്ല. പ്രൈസ് അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കുന്നതിൻ്റെ കാരണം എന്നത് പ്രൈസ് ലോർഡ് ഹല്ലേലൂയ ഇന്നും നാം പൂർണ്ണരായി തീർന്നിട്ടില്ല. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ മറിച്ച് തീർത്തും നമ്മളെ പൂർണ്ണരാക്കി നമ്മളെ യോഗ്യരാക്കി തീർക്കുന്നതിന് പ്രൈസ് ലോർഡ് ഹല്ലേലൂയ ഓരോ ദിവസവും ആത്മാവിൻ്റെ വിശുദ്ധീകരണം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം പറഞ്ഞത് ഇതാണ്, സത്യത്തിൻ്റെ വിശ്വാസം. സത്യത്തിൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിലുള്ള വിശ്വാസം. സിമ്പിളായ ഭാഷ പറഞ്ഞാൽ അത് തന്നെ. പ്രൈസ് ലോർഡ് അത് പറയുന്ന ഇതാണ്. ഹല്ലേലൂയ നമ്മൾ രക്ഷ പ്രാപിക്കുമ്പോൾ, നമ്മുടെ പൂർണ്ണ രക്ഷ നാം പ്രാപിക്കുമ്പോൾ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ കർത്താവിൻ്റെ വചനം ഇപ്രകാരം പറയുന്നുണ്ട്. പ്രൈസ് ലോർഡ് പരിശുദ്ധാത്മാവ് നമ്മെ സമ്പൂർണ്ണരാക്കും. പ്രൈസ് ലോർഡ് ഫിലിപ്പിയർ അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം ഒരു വാക്യം നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. ആ ഭാഗം ഒന്ന് പെട്ടെന്ന് കിട്ടിയാലൊന്ന് വായിച്ചാട്ട്. നിങ്ങളിൽ നല്ല പ്രവൃത്തി, ആ ഭാഗം ഒന്ന് പെട്ടെന്ന് വായിച്ചാട്ട്. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിന്റെ നാൾ വരെയും അതിനെ തികയ്ക്കും ഒന്ന് ഉറപ്പായി വിശ്വസിച്ചു. ഞാൻ പെട്ടെന്ന് മുന്നോട്ട് പോവുകയാണ്, കാരണം അതിനെക്കുറിച്ച് പറഞ്ഞാൽ അല്പം കൂടി സമയം പോകുന്നതുകൊണ്ട് ഞാൻ എൻ്റെ സമയം അത് അതിക്രമിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് ഇവിടെയാണ് തുടങ്ങിയത്, സത്യത്തിൻ്റെ വിശ്വാസം. പൗലോസ് പറയുന്ന രണ്ടാമത്തെ കാര്യം ഇതാണ്. പ്രൈസ് സത്യത്തിൻ്റെ വിശ്വാസത്തിലൂടെയാണ് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. പ്രൈസ് വിശ്വസിക്കുക എന്നത് പ്രൈസ് ലോർഡ് ഹല്ലേലൂയ മനുഷ്യരുടെ അല്ലെങ്കിൽ നമ്മുടെ ചുമതലയാണ്. പ്രൈസ് ലോർഡ് വിശ്വസിക്കുമ്പോൾ എന്തിൽ വിശ്വസിക്കണം? നാം സത്യത്തിൽ വിശ്വസിക്കണം. പ്രൈസ് അതായത് ക്രിസ്തുവിൽ വിശ്വസിക്കണം. കുറച്ചും കൂടെ നല്ല ദൈവവചനത്തിൽ വിശ്വസിക്കണം. പ്രൈസ് ലോർഡ്. അപ്പോൾ നാം ക്രിസ്തുവിലും ദൈവവചനത്തിലും നാം വിശ്വസിക്കുമ്പോൾ പ്രൈസ് വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആരംഭം മുതൽ അവസാനം വരെയും അവൻ്റെ പ്രവർത്തികളെയും പ്രൈസ് അവനെ രക്ഷിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം ആർക്കാ? ദൈവത്തിനാണ്. പ്രൈസ് ലോർഡ്. അപ്പോൾ ഹല്ലേലൂയ ഏത് സാഹചര്യങ്ങളിലും പ്രൈസ് ലോർഡ് ഈ വചനത്തെ നാം വിശ്വസിക്കുമ്പോൾ, കർത്താവായ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ ദൈവത്തെ നാം വിശ്വസിക്കുമ്പോൾ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ വെളിപ്പെട്ടു വരുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സാഹചര്യങ്ങളിൽ, നമ്മുടെ ബുദ്ധിമുട്ടുകളിൽ, നമ്മുടെ ഏത് പ്രൈസ് ലോർഡ് ഹല്ലേലൂയ പ്രതികൂല വിഷയങ്ങളിലും എല്ലാം പ്രൈസ് ലോർഡ് വിടുതൽ കൽപ്പിക്കുന്നത് ആരാ? ദൈവമാ. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇങ്ങനെ ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിലും സത്യത്തിൻ്റെ വിശ്വാസത്തിലും കർത്താവായ ദൈവം നമ്മെ എന്ത് ചെയ്തു? രക്ഷയിലേക്ക് നമ്മളെ തിരഞ്ഞെടുത്തു. പ്രൈസ് ലോർഡ്. ഈ രക്ഷയിലേക്ക് എന്നെയും നിങ്ങളെയും പ്രൈസ് ലോർഡ് തിരഞ്ഞെടുത്തതിനാൽ നാം എന്തു ചെയ്യണമെന്നുള്ളതാണ് അവസാന വാക്യത്തിൽ നമ്മൾ വായിച്ച് നമ്മൾ അവസാനിപ്പിച്ചത്. അതിൻ്റെ 13-ാം വാക്യത്തിൻ്റെ ലാസ്റ്റ് വാക്യത്തിലാണ് നമ്മളിവിടെ കണ്ടത്. എന്ത് ചെയ്യണം? പ്രൈസ് ലോർഡ് നിങ്ങൾ നിമിത്തം എപ്പോഴും എന്ത് ചെയ്യണം? അതുകൊണ്ട് ദൈവത്തെ സ്തുതിപ്പാൻ നിങ്ങൾ കടംപ്പെട്ടിരിക്കുന്നു. പ്രൈസ്. ഇത്ര വലിയ രക്ഷ, ഇത്ര വലിയ സൗജന്യമായി നമുക്ക് നൽകിയ ഇത്ര വലിയൊരു അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാപിക്കുമ്പോൾ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ ദൈവത്തിൻ്റെ വചനം ഇന്ന് നമ്മളോട് പറയുന്നു, നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ലോർഡ്. എന്തിന് കടപ്പെട്ടിരിക്കുന്നു? ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവനാമത്തിന് മഹത്വം കരേറ്റുവാൻ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ കടപ്പെട്ട്. രക്ഷ പ്രാപിച്ചവർ എന്ത് ചെയ്യണം? ദൈവത്തെ സ്തുതിക്കുന്നവരാകണം. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. ആർക്കാണ് ദൈവത്തെ സ്തുതിപ്പാൻ കഴിയുക? ആർക്കാണ് ദൈവത്തെ ഹല്ലേലൂയ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ അല്ലെങ്കിൽ സ്തുതിക്കുന്നവർ ആരായിരിക്കണം എന്നും കൂടി ഒരു വാക്യം കൂടെ നമുക്ക് അതിനകത്ത് വായിക്കാം. ഒന്ന് നമ്മൾ കുറച്ച് മുമ്പ് വായിച്ചു, ആത്മാവിൽ വിശുദ്ധീകരണം പ്രാപിച്ചവർ. 2 നമ്മൾ വായിച്ചു, സത്യത്തിൻ്റെ വിശ്വാസത്തിൽ ഉള്ളവർ. പ്രൈസ് ലോർഡ്. എന്നാൽ കേൾക്കുന്ന പ്രിയരെ, ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് നാം ഈ കൃപയിൽ നിൽക്കുമ്പോൾ ഈ കൃപ പ്രാപിക്കുമ്പോഴാണ്. ഏത് കൃപ? ഹല്ലേലൂയ സത്യത്തിൻ്റെ വിശ്വാസത്തിലുള്ള കൃപ. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ ആത്മാവിൽ നാം വിശുദ്ധീകരിക്കുമ്പോഴുള്ള കൃപ നമ്മൾ പ്രാപിക്കുമ്പോഴാണ് പ്രൈസ് ലോർഡ് രക്ഷയുടെ പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത്. പ്രൈസ് ലോർഡ് 14-ാമത്തെ വാക്യങ്ങളുടെ നമുക്ക് പ്രകാരം കാണുവാൻ സാധിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിക്കുവാൻ തക്കവണ്ണം പ്രൈസ് ലോർഡ് ഹല്ലേലൂയ എന്നെയും നിങ്ങളെയും ദൈവം തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ ഈ രക്ഷ പ്രാപിക്കുവാനായിട്ട് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നു. പ്രൈസ് ലോർഡ്. 15-ാമത്തെ വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ലോർഡ് ഈ രക്ഷയാകുന്ന മഹത്വം പ്രൈസ് ലോർഡ് ഹല്ലേലൂയ പ്രാപിപ്പാൻ
വചനം അത് നിലനിൽക്കുവാൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഇപ്രകാരം പറയുന്നു, നിങ്ങൾ ഉറച്ചു നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. ഉറച്ചു നിൽക്കുന്ന എന്തിനെന്നാൽ പ്രൈസ് അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ കാണുന്നു, പ്രമാണങ്ങളെ എന്ത് ചെയ്യണം? മുറുകെ പിടിക്കണം. പ്രൈസ് ദി ലോർഡ്. അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ കാണുന്നു, പ്രൈസ് ദി ലോർഡ്, എല്ലാ നല്ല പ്രവൃത്തിയിലും വാക്കിലും നിങ്ങൾ സ്ഥിരപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയരെ, നമ്മെ ഓരോരുത്തരെയും കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം പ്രൈസ് എന്നത് തന്റെ മഹത്വത്തിലുള്ള പ്രൈസ് രക്ഷ പ്രാപിക്കുക എന്നതാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഇതിനായിട്ട് എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കും. നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. പ്രൈസ് ദി ലോർഡ്. കേൾക്കപ്പെട്ട ആ വചനത്തിന് മുന്നിൽ ഒരു നിമിഷം നമ്മളെ തന്നെ സമ്പൂർണ്ണമായി ഏൽപ്പിച്ചുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം നാം പ്രാപിക്കുക എന്നതാണ് പ്രിയരെ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പ്രധാനമായ ഉദ്ദേശം. പ്രൈസ് റോമർ 8:30 പ്രകാരം നമുക്ക് വായിക്കുവാൻ കഴിയുന്നു, മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇത് നമ്മുടെ രക്ഷയുടെ അന്തിമ ഘട്ടമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളെ തന്റെ വിളിക്ക് യോഗ്യരായി പ്രൈസ് എണ്ണി സൽഗുണത്തിലും സകല പ്രവൃത്തിക്കും ഹല്ലേലൂയ വിശ്വാസത്തിന് പ്രവൃത്തിയും ശക്തിയോടെ പൂർണ്ണമാക്കി തരണമെന്ന് പ്രൈസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്ന് ഹല്ലേലൂയ പൗലോസ് 1 തെസ്സലോനിക്കർ 12-ാം വാക്യത്തിൽ പറയുമ്പോൾ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വലിയ രക്ഷയുടെ പ്രത്യാശ നിമിത്തം തെസ്സലോനിക്കർ പ്രൈസ് ദി ലോർഡ് ഉറച്ചു നിൽക്കട്ടെ എന്ന് പൗലോസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ നമുക്ക് ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കുവാൻ, ആ ക്രിസ്തുവിലുള്ള രക്ഷയിൽ പ്രൈസ് ദി ലോർഡ് പിന്നെയും നമ്മൾ ആ ഗണത്തിൽ നമ്മൾ പെടുവാൻ ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.